ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണിത്. ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിന് പെയിൻറ്റിങ് അറിയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാൻ പോലും അറിയേണ്ട അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ഞാനിതിന് ഫസ്റ്റ് തന്നെ ടാൽക്കം പൗഡറും അതേപോലെ ഫെവിക്കോളും കുറച്ച് വെള്ളവും വൈറ്റ് അക്രിലിക്കും അതേപോലെ റെഡും രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പം പിങ്ക് കളർ കിട്ടുമല്ലോ, അതും ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ട് അടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വൈറ്റ് കളറാണ് എടുക്കേണ്ടത്. വൈറ്റ് കളറിൽ നമ്മൾ ഇതേപോലെ ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും അറിയാനായിട്ടില്ല. ബ്രഷ് ഇതേപോലെ ഒന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്കൊന്ന് ഇതേപോലെ വരച്ചു കൊടുത്താൽ മതി. പെറ്റൽസ് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബ്രഷ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വീതി കൂട്ടി വരച്ചു കൊടുത്താലും മതി. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് ഇപ്പം പെയിൻറ്റിങ് അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ലൈൻസും ഇതേപോലെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ ചെയ്യുക. പിന്നെ ബേസ് കോട്ട് അടിക്കുന്ന കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. ഞാനിവിടെ പിങ്ക് സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളിതിൽ വരയ്ക്കുന്ന പൂവിന് മാച്ച് ചെയ്യുന്ന കളറിലായിരിക്കണം ഇതിൻ്റെ ബേസ് കോട്ട് അടിക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. അപ്പം ഇതിൻ്റെ പെറ്റൽസൊക്കെ വരയ്ക്കുമ്പം മറ്റു പൂവിൻ്റെ ഉള്ളിലേക്ക് വരാത്ത വിധത്തിൽ കുറച്ച് സ്ഥലം വിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക. ഏതെങ്കിലും ശരിയാവാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടെ ബ്രഷ് വെച്ചിട്ടൊന്ന് ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഏകദേശം മുകളിൽ വരെയുള്ള ഭാഗങ്ങളിൽ മുഴുവനും ഇതേപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും മുക്കി എടുക്കേണ്ട ആവശ്യമില്ല. വൈറ്റ് കളറ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരു ബ്രഷിൻ്റെ എൻഡിൽ മാത്രമാണ് നമ്മൾ പെയിൻ്റ് ആക്കുന്നത്. പൂവിൻ്റെ വലുപ്പം കുറച്ചോ കൂട്ടിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബ്രഷ് വലിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ വലുതായും ചെറുതായിട്ടും വരും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ പൂക്കളൊക്കെ വരച്ചെടുക്കാം. നമ്മൾ ഇതിനു മുൻപ് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ കാർഡിലും ഞാൻ മെൻഷൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പം നിങ്ങളൊന്ന് കയറിയിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ അപ്പോൾ ഞാൻ ഈ പൂവുകളൊക്കെ ഒന്ന് വേഗം വരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു പെയിൻറ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് യെല്ലോ കളർ എടുക്കാം. നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഡോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യെല്ലോ കളറ്. അപ്പം നമുക്കതും ഇതേപോലെ തന്നെ സെയിം ബ്രഷ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എടുത്ത അതേ ബ്രഷ് തന്നെ ഈ ഒരു യെല്ലോ കളർ എടുത്തതിന് ശേഷം എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. വൈറ്റ് കളറിൽ യെല്ലോ വരുമ്പം നല്ല മാച്ചിങ് ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്തത്. എല്ലാ ഫ്ലവേഴ്സിലും ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളർ ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാം. പെട്ടെന്ന് തന്നെ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വൈറ്റ് കളർ ഉണങ്ങിയതിന് ശേഷം എല്ലാം വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. യെല്ലോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രീൻ കളർ എടുക്കാം. ലൈറ്റ് ഗ്രീനോ ഡാർക്ക് ഗ്രീനോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് എടുക്കുക. ഇനി ലീഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനും പ്രത്യേകമായിട്ട് വരയ്ക്കാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വള്ളി പോലെ ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ഇത് വരയ്ക്കുക. ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം. കട്ടി കുറഞ്ഞ ചെറിയ വള്ളി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിൽ ലീഫും വരച്ചെടുക്കണം. ഇനി എങ്ങനെയാണ് ഇല വരയ്ക്കുന്നത് നോക്കാം. ഇതേപോലെ ഓരോ ലൈൻസ് രണ്ട് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ലാസ്റ്റ് ഒരൊറ്റ വര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ലീഫായി. അടുത്തത് കാണിച്ചു തരാം. ഒരു സൈഡിലേക്ക് ഒരു വര വരയ്ക്കുക, അന്നേരം ഓപ്പോസിറ്റ് വരയ്ക്കുക.
അത് കഴിഞ്ഞിട്ട് ആ കോർണറിൽ നിന്ന് 2 സൈഡിലേക്ക് വീണ്ടും വരയ്ക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റിലുള്ള ആ ലീഫിൻ്റെ നടുക്ക് ഒരു വര വരയ്ക്കുക. അപ്പം അത് ഒരു ലീഫായിട്ട് വന്നു. അടുത്തത് ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. 1-2 എണ്ണം വരച്ച് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇലയ്ക്കും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വലുപ്പത്തിൽ വരയ്ക്കുക. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ വരയ്ക്കാം. അല്ലാതെ നമ്മൾ ഇലയുടെ ഷേപ്പൊക്കെ വരച്ചുണ്ടാക്കുമ്പം ഭയങ്കര പാടാണ്. അപ്പം വരയ്ക്കാൻ അറിയാത്തവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും പലരും ലീഫിൻ്റെ ഒന്നും ബോട്ടിൽ ആർട്ടിൽ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും മെനക്കെടാത്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. ഓരോ ലീഫും ഇതുപോലെ തന്നെ നമുക്ക് എത്ര ലീഫാണോ വേണ്ടത്, എവിടേക്കാണ് വരച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വർക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് മതി എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെയുള്ള വള്ളി പോലെയൊക്കെ വെറുതെ ഒന്ന് വരച്ചു കൊടുക്കാം. കുറച്ചുകൂടെയൊക്കെ നിറയെ വർക്ക് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ വള്ളിയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞു. ഇത്രയൊക്കെ തന്നെ വരയ്ക്കുന്നുള്ളൂ. ഇനി വൈറ്റ് കളർ തന്നെ എടുക്കാം. വൈറ്റ് കളർ എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെറുതെ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് ഒരു വലിയ കുത്ത്, അത് കഴിഞ്ഞിട്ട് ചെറുതായി വരുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. വെറുതെ ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഡിസൈനും കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എവിടേക്കാണ് വേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓരോ ഫ്ലവേഴ്സിൻ്റെ അടുത്തൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഇലകളുടെയൊക്കെ അടുത്തായിട്ടൊക്കെ നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഇപ്പം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിലെ ഏതെങ്കിലും ക്രാഫ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ നിങ്ങൾ താഴെ കാണുന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഒന്ന് മെയിൽ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.